നിങ്ങൾക്ക് ഓരോ ടൈപ്പ് പേന കൊണ്ടും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയാമോ? ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ആർക്കും അറിയാത്തത്, ഇതൊക്കെ പറയാനായിട്ട് ഇവൻ ആരാന്ന് വിചാരിക്കും. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട്. ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കൂടുതൽ ദൂരം എഴുതണം എന്ന് ആഗ്രഹിക്കുന്നവർ ഓയിൽ ബേസ്ഡ് ഇങ്കുള്ള സാധാരണ ബോൾ പേനകൾ ഉപയോഗിച്ചാൽ മതിയെന്ന്. അതിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, പലതരം പേനകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ പേന ഉപയോഗിച്ച് പേപ്പറിൽ കൊടുക്കുന്ന പ്രഷർ, ഫൗണ്ടൻ പേനകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പലരും പേന കൊണ്ട് ആ പേപ്പറിൽ കൊടുക്കുന്ന ആ പ്രഷർ, അതായത് നമ്മളിങ്ങനെ അമർത്തി എഴുതുന്നത്, അതിൻ്റെ ഒരു ബലം കുറയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ ബോൾ പേനകൾ ഉപയോഗിക്കുമ്പോൾ പലരും അതങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. പലരും വളരെ കുത്തിപ്പിടിച്ചിട്ടാണ് എഴുതുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ അതിലുപയോഗിക്കുന്ന ബോൾ പേനകളിൽ ഉപയോഗിക്കുന്ന പലതരം മഷിയുടെ വ്യത്യാസം അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന പ്രഷറിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. ബോൾ പേന കൊണ്ട് എഴുതുമ്പോൾ നമ്മൾ ഈ എഴുത്താണ് കൊണ്ട് എഴുതുന്ന പോലെ അങ്ങനെ കുത്തിപ്പിടിച്ച് എഴുതേണ്ട കാര്യമില്ല. ശരിക്കും ബോൾ പേനകളിൽ തന്നെ പല കാറ്റഗറി ഉണ്ടെന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കുന്നത്. ഒരാൾ ബോൾ പേന കൊണ്ട് എഴുതുമ്പോഴും ജെൽ പേന കൊണ്ട് എഴുതുമ്പോഴും ഒരേപോലെ അമർത്തിയാണ് എഴുതുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ജെൽ പേനയുടെ ഗുണമായിട്ടുള്ള സ്മൂത്ത്നെസ് ആൻഡ് സ്പീഡ് അനുഭവിച്ചറിയാൻ സാധിക്കില്ല. ബോൾ പോയിന്റ് പേനകളിൽ ഓയിൽ ബേസ്ഡ് ഇങ്ക് ആയതുകൊണ്ട് കുറച്ച് അമർത്തി എഴുതിയാലേ പേപ്പറിൽ മഷി പടരൂ. അതുകൊണ്ട് അല്പം ബലം പ്രയോഗിക്കണം. എന്നാൽ ജെൽ ബേസ്ഡ് ഇങ്ക് ഉപയോഗിക്കുന്ന പേന കൊണ്ട് എഴുതുമ്പോൾ തൊട്ടു എന്നുള്ളൊരു മട്ടിൽ എഴുതിയാൽ മതി, ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ല. അമർത്തി എഴുതി കഴിഞ്ഞാൽ ആ പേനയുടെ ഒരു പർപ്പസ് തന്നെ നഷ്ടമാണ്. ഇനി റോളർ ബോൾ പെൻ ആണെങ്കിൽ അതിൽ വാട്ടർ ബേസ്ഡ് ഇങ്കാണ്, തൊട്ടില്ല എന്നുള്ള മട്ടിൽ എഴുതിയാൽ മതി. നല്ല സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് എഴുതി നോക്കൂ, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടാ.